എലിഞ്ഞിപ്പൂയുടെ പ്രാധാന്യം എനിക്കറിയാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ ഭൂമിയുടെ ധാരാളം കൃഷി ഉണ്ടാകാൻ വേണ്ടി, അതായത് മരങ്ങൾ നന്നായി വളരണം, കൃഷി നന്നായി വരണം, അതിനുവേണ്ടി നമ്മളൊരു ഭൂമി പൂജ നടത്തുമായിരുന്നു. അതായത് ജനനം, വളർച്ച, അതിന് ലൈംഗികതയായിട്ട് ബന്ധമുണ്ട്. അതിന് ലൈംഗികമായിട്ടാണല്ലോ സന്താനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മളുടെ എത്രമാത്രം പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പം, ഈ ഭൂമി പൂജയ്ക്ക് ഇതിന് പറയുന്ന ഉർവര പൂജ എന്നാണ്. ഉർവര പൂജ എന്ന് പറയും. അതിന് ഒരൊറ്റ പൂവേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ, എലഞ്ഞിപ്പൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്കറിയില്ല, എൻ്റെ ഒരു അമ്മയുടെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു, വല്യമ്മ, ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കുന്ന. അവരുടെ മകള് അവിടെ വീട്ടിന് മുമ്പിൽ എലഞ്ഞുണ്ട്. അപ്പോൾ പ്രായമായ സ്ത്രീ എലഞ്ഞിയുടെ താഴെ അത് കയറി പൊടി, എലഞ്ഞിയുടെ രാത്രി എലഞ്ഞിയുടെ താഴെ നിൽക്കുന്നു. കാരണം എലഞ്ഞിപ്പൂക്കളുടെ മണം കേട്ടാൽ സെക്സ്വൽ ഇമോഷൻ കൂടും. ഇതൊരു ശാസ്ത്രീയ തത്വമാണ്, ശാസ്ത്രമാണ്. ഇത് ഞാൻ അറിഞ്ഞത് എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഞങ്ങൾക്കാവുണ്ടായിരുന്നു, എലഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ എലഞ്ഞിയുടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ എലഞ്ഞിയുടെ താഴെ പോയി, എലഞ്ഞിയുടെ താഴെ നിൽക്കാതെ പ്രായമുള്ളവർ അതിനാരംഭിക്കാതെന്ന് പറയും. കണ്ടു ചീത്തയായി പോകുന്നതാണ്, പെണ്ണ് ചീത്തയായി പോകുമെന്നുള്ള ഭയമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഐ വി ശശി എന്ന സംവിധാനം നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ജീവിതത്തിലെ എല്ലാ ഭാവങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന പോലെ ലൈംഗികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ശശി എന്നോട് പറഞ്ഞു, ഈ തമ്പി സാറിൻ്റെ പാട്ടൊക്കെ വെജിറ്റേറിയനാണ് കേട്ടോ, കുറച്ച് തമ്പി സാറിൻ്റെ പാട്ടൊക്കെ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പം എൻ്റെ പടമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശശിക്ക് വേണ്ടി എഴുതുകയാണ്. അതിന് മുമ്പൊക്കെ ശശിക്ക് വേണ്ടി ബിച്ചു തിരുമലയൊക്കെ എഴുതിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുകയാണ്. അപ്പോൾ പറഞ്ഞു, കുറച്ചൊരു സെക്സൊക്കെ വരണം കുറച്ച് രീതിയിൽ, കാരണം പ്രേമമല്ലേ ഇവർ രണ്ടുപേരുടെയും. മാതകത്വം വേണം, അത് തന്നെ പറയാം, മാതകത്വം വേണം. ഞാൻ അല്ലാതെ എഴുതിയില്ല, അദ്ദേഹം മാതകത്വം വേണം അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എഴുതിയാനിങ്ങനെ, അല്ല ഇലഞ്ഞിപ്പൂവാണ് ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിൽ, അതാ ഇന്ദ്രിയം എന്ന് പ്രയോഗം വന്നത്. അല്ല വെറുതെ ഒരു പാട്ട് എഴുതുകയല്ല ഞാൻ. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. രാത്രിയിൽ അയാൾ ഉറങ്ങി കിടക്കുകയാണ്, ഇവളും അങ്ങനെ അയാളിങ്ങനെ വെളിയിൽ കട്ടിൽ ആലോചിച്ചിരിക്കുകയാണ്. ആ രാത്രി ഞാനത് വിഷ്വലൈസ് ചെയ്യുന്നു. ആ സമയം അത് ഞാൻ അയാളായിട്ട് മാറുന്നു. ശരിക്കും ഒരു ഗാനരചയിതാവ് ചെയ്യുന്നത് പരകായ പ്രവേശമാണ്, പരകായ പ്രവേശമാണ്, മറ്റൊരാളായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആണപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു വരികൾ കേട്ടപ്പം. അപ്പോൾ ശശി ചോദിച്ചു, നമുക്ക് എലഞ്ഞിപ്പൂ വരും, നമുക്ക് വേറെ നല്ലൊരു പൂവാക്കിയാലോ. എലഞ്ഞിപ്പൂവിന് ഇത്ര വലിയ മണമുണ്ടോ? ഞാൻ ശശിക്ക് വേണ്ടിയാണ് എലഞ്ഞി കൊണ്ടുവന്നത്. അതെന്താ? അത് എലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധം അത് മനുഷ്യന് സെക്സ്വൽ ഡിസയർ കൂട്ടും. അതെ, അതാണ്. ഓ, അങ്ങനെയൊരു കാര്യമുണ്ടോ? ഉണ്ട്. അപ്പോൾ തന്നെ മതി, എലഞ്ഞിന്നെ മതി, മാറ്റണ്ട. അങ്ങനെയാണ് ഈ എലഞ്ഞിപ്പൂ വഴി വരുന്നു, എലഞ്ഞിപ്പൂ വരാൻ കാരണം. ഇത് പക്ഷേ പലർക്കും അറിയില്ല. കാരണം ഈ കാര്യങ്ങൾ നമുക്ക് പരസ്യമായി പറയാൻ പറ്റില്ലല്ലോ. പാട്ടിന് ഫുട്നോട്ട്, ചലച്ചിത്രകാരന് ഫുട്നോട്ട് കൊടുക്കാൻ നമുക്കില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പറയാമെന്നല്ലാതെ, അതുപോലെ അതിൽ വിഷ്വൽസ് എല്ലാം തന്നെ രജതരശ്മികൾ നിഴലുകൾ പാകി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി ഈ നിലാവിൻ നീലഞ്ഞുറുകളിൽ ഓമനെ നിൻ പാവാട ഇളകി. അങ്ങനെ എല്ലാം തന്നെ, അതായത് ഒരു വളരെ മാദകത്വം, പ്രണയം, ആ പ്രണയത്തോട് ചേർന്ന സെക്സിൻ്റെ ചെറിയ ഭാവങ്ങൾ, ലളിത ഭാവങ്ങൾ മാത്രം കൊണ്ടുവരിക. അതിനെ ഓരോ വരിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ പാട്ട് തീരാൻ പാടില്ല. ഏത് പാട്ട് എഴുതുമ്പോഴും എൻ്റെ മനസ്സിലുള്ള പാഠം അതാണ്. അതായത് ഈ അയൽക്കാരി സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ പാട്ട് മറക്കാൻ പാടില്ല.
അയൽക്കാരിയിൽ അതിജീവിച്ച് ആ സിനിമയെ അതിജീവിച്ച് ആ പാട്ട് ഒരു കവിതയായി നിലനിൽക്കണം. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. മിക്കവാറും അവർ അപൂർവമായിട്ട് വ്യത്യസ്തതകളും, കാരണം ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഇപ്പോൾ വയലാർ രാമൻ എഴുതിയിട്ടുണ്ട്, ഹാർട്ട് വീക്ക്, പൾസ് വീക്ക്, ബ്ലഡ് പ്രഷർ ലോ, വെരി വെരി ലോ എന്ന് വയലാർ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് മാറ്റി എഴുതുന്നുണ്ട്. പർട്ടിക്കുലർ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ, വ്യവസായ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. കോംപ്രമൈസ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി എളുപ്പത്തായി എടുക്കാൻ പറയും ആൾക്കാർ. നിങ്ങൾ ഈ പാട്ട് എഴുതുന്നെങ്കിൽ എഴുതണം, ഞങ്ങൾ വെറുതെ എഴുതണം എന്ന് പറയും. അപ്പോൾ അത് വി ഹാവ് ടു കോംപ്രമൈസ്.